നമസ്കാരം. വചനദീപത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലോകത്തിൽ മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഉയർച്ച നേടുക എന്നുള്ളത്. സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിലെത്തുവാനും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുവാനും ആഗ്രഹിക്കാത്തവനായി ആരും തന്നെയില്ല. സാമ്പത്തികപരമായും സാമൂഹികപരമായും ഉയർച്ച നേടുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണ്. അതിനായി ചിലർ പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതായും അവസാനം ഉയർച്ചയുടെ പടവുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്നതായും കാണാം. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ ഉയർച്ച നേടുവാനായി ദൈവിക സന്നിധിയിൽ താഴ്ത്തപ്പെടുകയാണ് ചെയ്യേണ്ടത്. അതെ, ഇന്നത്തെ ചിന്താവിഷയം 1 പത്രോസ് 5:6. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പറയുകയുണ്ടായി, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. അപ്രകാരം ഉയർച്ച നേടുവാനായുള്ള നമ്മുടെ ശ്രമങ്ങളെല്ലാം ഫലപ്രദമാകാതെ പോകുന്നത് ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടാത്തതുകൊണ്ടാണ്. വിശുദ്ധ ബൈബിളിൽ ദൈവത്താൽ ഉയർത്തപ്പെട്ട ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ കൊമ്പ് യഹോവയിൽ ഉയർന്നിരിക്കുന്നു എന്ന് പാടിയ ഹന്ന ഒരു മകനെ നൽകി ദൈവം അവളെ മാനിച്ചു. മറ്റുള്ളവരാൽ നേരിട്ട നിന്ദകളും പരിഹാസങ്ങളും ഒന്നും അവളെ തളർത്തിയില്ല. അപ്പോഴൊക്കെയും അവൾ ദൈവസന്നിധിയിൽ താഴുകയാണ് ചെയ്തത്. അതിനാൽ തക്ക സമയത്ത് ഒരു മകനെ നൽകി ദൈവം അവളെ ഉയർത്തി. പരിമിതികൾ നോക്കാതെ നമ്മെ ഉയർത്തുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം. ഇസ്രായേലിൽ ഒരു വിശ്വസ്ത പ്രവാചകനെ ആവശ്യമുള്ളപ്പോൾ ഹന്നയെ ദൈവം ഓർത്തു. അപ്രകാരം തന്നെ ദൈവത്താൽ ഉയർത്തപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് ദാവീദ്. സ്വന്തം മാതാപിതാക്കളാൽ കാട്ടിലെ ആടിനെ നോക്കുവാൻ മാത്രമായി നിയോഗിക്കപ്പെട്ടവനായിരുന്നു ദാവീദ്. എന്നാൽ മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ ദൈവം നോക്കുന്നത് ഹൃദയത്തെയാണ്. അപ്രകാരം ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റുവാൻ ദൈവം അഭിഷേകം ചെയ്തു. എന്നാൽ അതിനുശേഷവും കാട്ടിലെ ആടിനെ മേയ്ക്കുവാനായി അവനെ തൻ്റെ പിതാവ് പറഞ്ഞു വിടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അഭിഷേകം നേടിയിട്ടും അതിന് തക്കതായ പദവിയോ അംഗീകാരമോ സ്വന്തം കുടുംബത്തിൽ പോലും അവന് ലഭിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിന്നീട് ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടത്തക്ക വിധം അവൻ പ്രസിദ്ധനായി. എന്നാൽ പിന്നീട് ശൗലിൻ്റെ സേനാധിപനായി അവൻ സേവനം ചെയ്തു. അതിനൊക്കെയും ശേഷമാണ് ദൈവം ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റിയത്. ഈ കാലയളവിലൊക്കെയും ദാവീദ് ദൈവസന്നിധിയിൽ താണിരിക്കുകയാണ് ചെയ്തത്. ദൈവഹിതപ്രകാരം തന്നെ ഉയർത്തുന്ന ആ ഒരു സമയത്തിന് വേണ്ടി ദാവീദ് ക്ഷമയോടെ കാത്തിരുന്നു. വെറും ആട്ടിടയനിൽ നിന്ന് ദാവീദിനെ രാജാവായി ഉയർത്തിയ ദൈവം മച്ചിയെന്ന് മുദ്ര കുത്തിയിരുന്ന ഹന്നയെ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകൻ്റെ അമ്മയാക്കി മാറ്റിയ ദൈവം, ആ ദൈവത്തിന് നമ്മെയും ഉയരങ്ങളിലെത്തിക്കുവാൻ സാധിക്കും. അതിനായി നാം ആ ദൈവകരങ്ങളിലേക്ക് താണിരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ക്ഷമയുടെ ഈ നാളുകളിൽ, കാത്തിരിപ്പിൻ്റെ ഈ നാളുകളിൽ വിശ്വാസം ഒട്ടും കുറയാതെ, തെല്ലും ഭയപ്പെടാതെ ആ ദൈവസന്നിധിയിൽ നമുക്ക് താണിരിക്കാം.